ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ഇന്റർനാഷണൽ ബ്രേക്കിലെ ആദ്യത്തെ സൗഹൃദ മത്സരത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ സെനഗലാണ്. വരുന്ന ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം ലണ്ടനിലെ എമിറേറ്റസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര നല്ല സമയമല്ല. പറയാൻ കാരണം അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ 2ലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ജപ്പാനോട് ബ്രസീലിന് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. നമുക്കറിയാം കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിന് മുന്നേ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഏതായാലും സെനഗലിനെ നേരിടുമ്പോൾ ബ്രസീലിന് ഒരു ആശങ്ക ബാക്കിയുണ്ട്. അതായത് ഇതുവരെ സെനഗലിനെ 2 തവണയാണ് ബ്രസീൽ നേരിട്ടിട്ടുള്ളത്. അതിൽ ഒരു മത്സരത്തിൽ പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. ആദ്യ മത്സരത്തിൽ 1-1 ഒരു സമനിലയായിരുന്നു ബ്രസീൽ വഴങ്ങിയിരുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ബ്രസീലും സെനഗലും തമ്മിൽ ഏറ്റുമുട്ടിയത് 2023 അന്ന് വലിയ ഒരു തോൽവിയാണ് ബ്രസീലിന് സെനഗലിനോട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 2-4 ഗോളുകൾക്കായിരുന്നു അന്ന് ബ്രസീൽ സെനഗലിനോട് പരാജയപ്പെട്ടത്. നമുക്കറിയാം അന്ന് മാർക്കിഞ്ഞോസിന്റെ ഒരു സെൽഫ് ഗോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാനെ ഇരട്ട ഗോളുകൾ നേടിയിരുന്നു. മറുഭാഗത്ത് പക്കേറ്റയും മാർക്കിഞ്ഞോസും ആയിരുന്നു ബ്രസീലിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത്. അങ്ങനെ 2-4 ഗോളുകൾക്ക് സെനഗൽ അന്ന് ബ്രസീലിനെ പരാജയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ആദ്യമായിക്കൊണ്ടാണ് ബ്രസീലും സെനഗലും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസീലിന്റെ ലക്ഷ്യം വിജയം മാത്രമായിരിക്കും. ഇതുവരെ പരാജയപ്പെടുത്താൻ കഴിയാത്ത സെനഗലിനെ പരാജയപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യമായിരിക്കും ബ്രസീലിന് ഉണ്ടാവുക. സെനഗലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ മോശക്കാരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവസാനമായി കളിച്ച ഒരുപാട് മത്സരങ്ങൾ അവർ വിജയിച്ചിട്ടുണ്ട്. മികച്ച ഫോമിലാണ് സാഡിയോ മാനയും സംഘവും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബ്രസീലിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ സെനഗലിന് സാധിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.